ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. നിങ്ങളെ ടീം 2026 നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തോ? ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന 2 സംശയങ്ങൾക്ക് ഉത്തരവുമായിട്ടാണ് ഈ ഒരു വീഡിയോ. അതിൽ ഒന്നാമത്തത് അഡ്മിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടത്, രണ്ടാമത്തേത് ആ പ്രൊഫൈലിൽ നിങ്ങൾ ഇപ്പോൾ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇൻ കേസ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കഴിഞ്ഞ ഉടൻ തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഇത് ഉറപ്പ് വരുത്തുക. അവസാന സമയം പണി കിട്ടാതിരിക്കാനാണ്. അപ്പോൾ ആദ്യത്തെ കാര്യം അഡ്മിറ്റ് കാർഡിലേക്ക് തന്നെ പോകാം. എന്തുകൊണ്ട് ഡിലേ വരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് അധികൃതർ തന്നെ പറയേണ്ട ഒരു കാര്യമാണ്. ഇന്ന് പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കീമിന്റെ ഒഫീഷ്യൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ച് അവരിൽ നിന്ന് തന്നെ ഒരു അപ്ഡേറ്റ് ലൈവായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കാം. എന്തായാലും സാധാരണ നമ്മൾ ഏപ്രിൽ 1 പ്രതീക്ഷിച്ചു, സാധാരണ ഈ വീക്കിൽ തന്നെ വരേണ്ടതുമാണ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ എന്താണ് ഈ അഡ്മിറ്റ് കാർഡിൽ ഉള്ളത് എന്ന് പലർക്കും കൺഫ്യൂഷൻ ഉണ്ട്. പല രക്ഷകർത്താക്കൾ ഉൾപ്പെടെ നമ്മളോട് മെസ്സേജ് അയച്ചിരുന്നു, എന്താണ് അഡ്മിറ്റ് കാർഡ്. അപ്പോൾ സാധാരണ ഒരു ഹാൾ ടിക്കറ്റ് ആണ്. പക്ഷേ കീമിനെ സംബന്ധിച്ച് അഡ്മിറ്റ് കാർഡ് നിങ്ങൾ നേരത്തെ എടുത്ത പോലെ അക്നോളജ്മെന്റ് പ്രിന്റ് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കഴിഞ്ഞ് കിട്ടുന്ന അലോട്ട്മെന്റ് മെമ്മോയെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡ്മിറ്റ് കാർഡ്. അത് എന്തൊക്കെ ഉണ്ടാകും? കീം റോൾ നമ്പർ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഐറ്റം ഏത് പേപ്പറാണ്, എഞ്ചിനീയറിംഗ് ആണോ ബി ഫാമിന്റെ ഏത് പേപ്പറാണ് അതുണ്ടാകും. ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാകും. എക്സാം സെന്റർ നിങ്ങൾക്ക് അലോട്ട് ചെയ്തിരിക്കുന്ന എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. ദെൻ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ്, അഡ്രസ് ഓഫ് ദ എക്സാം സെന്റർ, സിഗ്നേച്ചർ, എക്സാം ഡേറ്റ് ആൻഡ് ടൈം, അഡ്രസ് ഓഫ് ദ കാൻഡിഡേറ്റ്, റിപ്പോർട്ടിംഗ് ടൈം ഉണ്ടാകും. ദെൻ ഇമ്പോർട്ടൻറ്റ് ഗൈഡ് ലൈൻസ്. അപ്പോൾ ഇത് കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് പോലെ തന്നെ. ഈ ഒരു സാധനം നിങ്ങൾക്ക് വരാത്തത് കൊണ്ട് തന്നെ പലരും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് എന്നെ വിളിക്കുന്നത് വരെയുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, സമയം എടുത്തായാലും അത് വരും. സോ വളരെ റഷ് ആവണ്ട. നിങ്ങൾ സാൻഡീസ് ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒഫീഷ്യൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ തന്നെ ആ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിനിടയിൽ പലരും പ്രൊഫൈലിൽ ചെക്ക് ചെയ്തിട്ട് എനിക്ക് അയക്കുന്ന സ്ക്രീൻഷോട്ടിൽ മറ്റൊരു കാര്യം കാണാൻ സാധിച്ചത്, നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ ഫോട്ടോയോ SSLC സർട്ടിഫിക്കറ്റോ സിഗ്നേച്ചറിലോ എന്തെങ്കിലും തരത്തിലുള്ള കറക്ഷൻ വേണമെങ്കിൽ മാർച്ച് 21 നിങ്ങൾ ചെയ്യണമെന്നുള്ള നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം ഇപ്പോൾ തന്നെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി, നമ്മുടെ CE വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ഇത് ചെക്ക് ചെയ്യണം. അപ്പോൾ സിഗ്നേച്ചർ എന്നുണ്ടാകും, ഫോട്ടോ എന്നുണ്ടാകും, SSLC സർട്ടിഫിക്കറ്റ് എന്നുണ്ടാകും. ഇതിലെല്ലാം ഏതെങ്കിലും ഒന്നിൽ ഡിഫക്റ്റ്, അതായത് റെഡ് മാർക്കിൽ കൊടുത്തേക്കും. ഡിഫക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഇൻ കേസ് അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ സമയത്ത് കൃത്യമായിട്ട് കറക്ഷൻ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കീമിന്റെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പർ, അതല്ല എങ്കിൽ അവരുടെ ഒഫീഷ്യൽ മെയിൽ ID ഉണ്ട്. അവർക്ക് മെയിൽ അയക്കുക ഉടൻ തന്നെ. എന്താണ് ആ ഡിഫക്റ്റ് അങ്ങനെ കാണിക്കുന്ന പക്ഷം അവർക്ക് മെയിൽ അയക്കുക. അതിന്റെ സബ്ജക്ട് ലൈൻ എന്ന് പറയുന്നത് പ്രൊഫൈൽ കറക്ഷൻ എന്ന് കൂടി കൊടുക്കുക. പ്രൊഫൈൽ ഓക്കെ, അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് പറ്റുമെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീൻഷോട്ടായിട്ട് ഉൾപ്പെടുത്താം. ആ രീതിയിൽ അവർക്ക് മെയിൽ ചെയ്യുക. അല്ലെങ്കിൽ കീമിന്റെ വെബ്സൈറ്റിൽ തന്നെ ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവസാന സമയത്തും നിങ്ങളുടെ പ്രൊഫൈലിൽ ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ്, SSLC സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ, ഓക്കെ, അതാണ് മെയിൻ. അതിൽ എന്തെങ്കിലും ഡിഫക്റ്റ് എന്ന് ഇപ്പോഴും നിങ്ങളുടെ അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യം തീർച്ചയായിട്ടും ചെയ്യുക. പിന്നെന്താണ്, അഡ്മിറ്റ് കാർഡിന് വേണ്ടി എന്തായാലും വെയിറ്റ് ചെയ്യുക. മറ്റ് സംശയങ്ങൾ ഇപ്പോൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരുന്ന വീഡിയോകളിൽ കാണാം. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. പ്രിപ്പറേഷൻ നല്ലപോലെ നടക്കട്ടെ.